ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 6-ലെ മൊമെന്റ്സ് ഓഫ് ഹ്യൂമർ ആണല്ലേ. 6-ാമത്തെ യൂണിറ്റിലെ മൊമെന്റ്സ് ഓഫ് ഹ്യൂമർ എന്ന ചാപ്റ്ററിലെ ഒരു കൊച്ചു ഭാഗമാണ് ഇന്ന് നോക്കുന്നത്. എന്താണെന്ന് പഠിക്കാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. എന്താണ് ഹ്യൂമർ എന്നാണ്. ഓക്കെ, കേരള is home to many a great humorous poet. Let's read about one of them. ഇവിടെ പറയണത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരുപാട് ഹാസ്യ കവികൾക്ക്, മഹാന്മാരായിട്ടുള്ള ഹാസ്യ കവികൾക്ക് ഒരു ജന്മനാടാണ് നമ്മുടെ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളെ പറ്റി നമുക്കിപ്പോൾ ഒന്ന് വായിക്കാം. കുഞ്ചൻ നമ്പ്യാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. കുഞ്ചൻ നമ്പ്യാർ, ദ ഗ്രേറ്റ് പോയറ്റ് ആൻഡ് സ്റ്റോറി ടെല്ലർ, മെയ്ഡ് ലിറ്റററി വിത്ത് ആൻഡ് ഹ്യൂമർ അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കോമൺ മാൻ. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് മഹാകവി. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത് കവിയുമാണ്, മഹാനായ കവിയുമാണ്, അതുപോലെ തന്നെ കഥാകൃത്തുമാണ്, സ്റ്റോറി ടെല്ലറാണ്, കഥ പറയുന്ന ആളാണ്. മെയ്ഡ് ലിറ്റററി വിത്ത് ആൻഡ് ഹ്യൂമർ അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കോമൺ മാൻ. സാധാരണ മനുഷ്യർക്ക്, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഫലിതങ്ങൾ ഉണ്ടാക്കും, ഫലിതങ്ങൾ പറയും. അങ്ങനെയുള്ള മഹാകവിയാണ്. മഹാകവി മാത്രമല്ല, ഒരു കഥാകൃത്ത് കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ, കഥ പറയുന്ന ആൾ, സ്റ്റോറി ടെല്ലർ. ഹിസ് ആർട്ട് ഫോം ഓട്ടൻതുള്ളൽ റിഫ്ലെക്ട്സ് ഹിസ് സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കുഞ്ചൻ നമ്പ്യാറാണ് ഓട്ടൻതുള്ളൽ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു കലാരൂപത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മലയാളം ലാംഗ്വേജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കുഞ്ചൻ നമ്പ്യാറാണ് ഓട്ടൻതുള്ളൽ എന്ന കലാരൂപം കൊണ്ടുവന്നിട്ടുള്ളത്. അതൊരു ഹാസ്യ കലാരൂപമാണ്. ഈ ഹാസ്യ കലാരൂപത്തിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കുഞ്ചൻ നമ്പ്യാരുടെ സാമൂഹിക ഉത്തരവാദിത്വ ബോധമാണ് ഈ കലയിലൂടെ കാണിക്കുന്നത്. സെൻസ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സമൂഹത്തിൽ എന്തെങ്കിലും അരുതാത്തത് അല്ലെങ്കിൽ അഴിമതി, അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കുക. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, സാമൂഹിക ഉത്തരവാദിത്വം. ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കുക. അങ്ങനെ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് കുഞ്ചൻ നമ്പ്യാർ കൊണ്ടുവന്നിട്ടുള്ള കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. റീഡ് ആൻ അനക്ഡോട്ട് ഫ്രം ഹിസ് ലൈഫ്. അങ്ങനെ കുഞ്ചൻ നമ്പ്യാരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ഫലിതം അല്ലെങ്കിൽ ഒരു ചെറുകഥ നമുക്കിവിടെ വായിക്കാം. കുഞ്ചൻ നമ്പ്യാർ വാസ് വെരി പുവർ. കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയുള്ള ആളായിരുന്നു? വളരെ പാവപ്പെട്ട ആളായിരുന്നു. ഹി യൂസ്ഡ് ടു ഈറ്റ് അറ്റ് ആൻ ഊട്ടുപുര മെയിൻറ്റെയിൻഡ് ബൈ ദ കിങ്. കുഞ്ചൻ നമ്പ്യാർ എവിടുന്ന ഭക്ഷണം കഴിച്ചിരുന്നത്? രാജാവായ മഹാരാജാവിന്റെ ഊട്ടുപുരയിൽ നിന്നാണ് കുഞ്ചൻ നമ്പ്യാർക്ക് സ്ഥിരം ഭക്ഷണം കിട്ടിയിരുന്നത്. അവിടെ പോയിട്ടാണ് കഴിക്കാറ്. ദോസ് ഇൻ ചാർജ് ഓഫ് ദ ഊട്ടുപുര യൂസ്ഡ് ടു സെർവ് സ്റ്റെയിൽ ഫുഡ്. പക്ഷെ ഊട്ടുപുരയിൽ എന്താ നടക്കുന്നത്? നല്ല ഭക്ഷണമാണോ കൊടുക്കുന്നത്? അല്ല. രാജാവിന്റെ ഊട്ടുപുരയിൽ അഴിമതിക്കാരാണ് അവിടെ ഊട്ടുപുര നടത്തുന്നത്. ആരാണോ ഊട്ടുപുരയിൽ ഭക്ഷണത്തിന്റെ ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് അവരെന്താ ചെയ്യല്? പഴകിയ ഭക്ഷണമാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്. ആ ഊട്ടുപുരയിൽ കഴിക്കാൻ വരുന്നവർക്കൊക്കെ പഴകിയ ഭക്ഷണമാണ് കൊടുക്കാറ്. വൺ ഡേ ദ കിങ് ആൻഡ് നമ്പ്യാർ വർ വാക്കിംഗ് അലോങ് ദ മെയിൻ റോഡ്. ഒരു ദിവസം എന്ത് ചെയ്യായിരുന്നു? നമ്മുടെ രാജാവും നമ്മുടെ കുഞ്ചൻ നമ്പ്യാരും രാജാവും കൂടി മെയിൻ റോഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവായിരുന്നു. ദേ കെയിം അക്രോസ് എ കൗ പാസിംഗ് ലൂസ് ഡൺ. അപ്പൊ അവരെന്താ കണ്ടത്? പോകുന്ന വഴിയിൽ അവരൊരു കാഴ്ച കണ്ടു. ഒരു പശു ലൂസായിട്ട് ചാണകിടുന്നത് കണ്ടു. നമ്പ്യാർ വെന്റ് നിയർ ദ കൗ ആൻഡ് എൻക്വയർഡ്, ആർ യു ഓൾസോ സെർവ്ഡ് ഫുഡ് ഫ്രം ദ കിങ്സ് ഊട്ടുപുര? അപ്പൊ നമ്മുടെ നമ്പ്യാർ എന്ത് ചെയ്തത്? കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തു? വേഗം ആ പശുവിന്റെ അടുത്ത് പോയിട്ട് പശുവിനോട് ചോദിക്കുകയാണ്, ആർ യു ഓൾസോ സെർവ്ഡ് ഫുഡ് ഫ്രം ദ കിങ്സ് ഊട്ടുപുര? അല്ലയോ പശുവെ, നിനക്കും രാജാവിന്റെ ഊട്ടുപുരയിൽ നിന്നാണോ ഊണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിന്ന് എങ്ങനെ കാര്യം മനസ്സിലായി? ഈ ഊട്ടുപുരയില് നല്ല ഭക്ഷണമല്ല കൊടുക്കുന്നത്, ചീത്ത ഭക്ഷണമാണ്, പഴകിയ ഭക്ഷണമാണ്. അത് കഴിച്ചവർക്കൊക്കെ ഈ പശു ലൂസായിട്ട് ചാണകിടുന്നത് പോലെ അവർക്കും വയറിളക്കമാണ് എന്നുള്ള ഒരു കാര്യം കുഞ്ചൻ നമ്പ്യാർ എന്ത് ചെയ്തു? പറയാതെ പറഞ്ഞു. ഹാസ്യരൂപത്തിൽ ഒരു ഫലിതത്തോടെ രാജാവിനെ അറിയിച്ചു. ദ കിങ് ഹേർഡ് ദിസ് റിമാർക്ക്. അപ്പൊ രാജാവ് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഈ രാജാവ് ഈ കാര്യം ശ്രദ്ധിച്ചു. ഹി മെയ്ഡ് എൻക്വയറീസ് ആൻഡ് ഗേവ് ഓർഡേഴ്സ് ടു ഡിസ്മിസ് ദ കറപ്റ്റ് ഓഫീഷ്യൽസ്. രാജാവ് എന്ത് ചെയ്തു? രാജാവ് വേഗം ഊട്ടുപുരയിൽ പോയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. അത് മാത്രമല്ല, എന്ത് ചെയ്തു? അവിടെ അഴിമതി നടത്തുന്ന ഓഫീസേഴ്സിനെ, അവിടെ അഴിമതി നടത്തുന്ന ഊട്ടുപുരയിലെ ഭക്ഷണം വിളമ്പുന്ന ആൾക്കാരെ ഒക്കെ അവിടുന്ന് പറഞ്ഞയച്ചു. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു.
എന്നിട്ട് പുതിയ നല്ല ആൾക്കാരെ വെച്ച് ഊട്ടുപുര നടത്തി. നെവർ മോർ വാസ് സ്റ്റേൽ ഫുഡ് സെർവ്ഡ് അറ്റ് ദ കിങ്സ് ഊട്ടുപുര. അതിനുശേഷം പിന്നെ രാജാവിന്റെ ഊട്ടുപുരയിൽ പഴകിയ ഭക്ഷണം വിളമ്പിയിട്ടേ ഇല്ല, നല്ല ഭക്ഷണമാണ് കൊടുത്തിരുന്നത്. ഈ ഒരു കഥയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ലൈഫിൽ നിന്ന് നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നിട്ടുള്ളത്. We have seen how Kunjan Nambyar used his innate sense of humor to solve a crisis. അപ്പോൾ ഈ കഥയിലൂടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയല്ലേ, എന്താണ്? കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് സെൻസ് ഓഫ് ഹ്യൂമർ. ആളുകളെ ചിരിപ്പിക്കാനുള്ള കഴിവ് കുഞ്ചൻ നമ്പ്യാർക്ക് ജന്മസിദ്ധമായി ജനിച്ചപ്പോൾ മുതലേ കിട്ടിയിട്ടുള്ള കഴിവാണ്. ഈ കഴിവ് വെച്ചിട്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഓരോ പ്രശ്നങ്ങളെയും ഓരോ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യുന്നത്, പരിഹരിക്കുന്നത്, ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമർ? നിങ്ങൾക്ക് ഹ്യൂമറിനെ കുറിച്ച്, ആൾക്കാരെ ചിരിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടോ? നൗ ലെറ്റ്സ് റീഡ് സംതിങ് അബൌട്ട് ഹ്യൂമർ. എന്നാ ഇപ്പോൾ നമുക്ക് ആളുകളെ ചിരിപ്പിക്കാനുള്ള കഴിവിനെ കുറിച്ച് കുറച്ചൊന്ന് വായിക്കാം. വാട്ട് ഈസ് ഹ്യൂമർ? ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ ഒരാളെ ചിരിപ്പിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാകും, ഏത് കുട്ടികൾക്ക് പോലും മനസ്സിലാവും. ഹ്യൂമർ ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ ക്വാളിറ്റി ഇൻ സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് ഫൺ. ഏതൊരു കാര്യത്തിനെയും തമാശയാക്കി മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹ്യൂമർ അഥവാ ചിരിപ്പിക്കാനുള്ള കഴിവ്, ഫലിതം എന്ന് പറയുന്നത്. ഹ്യൂമർ ലീഡ്സ് ടു ലാഫ്റ്റർ. ചിരിക്കാനുള്ള കഴിവ് എന്തിലേക്കാണ് നയിക്കുന്നത്? ലാഫ്റ്റർ, പൊട്ടിച്ചിരിയാണ്. ഈ ചിരിപ്പിക്കുന്ന തമാശ ആക്കി പറയുന്ന ആ ഒരു കാര്യത്തിന്റെ റിസൾട്ടായിട്ട് വരുന്നത് എന്താണ്? പൊട്ടിച്ചിരിയാണ്. ഫലിതത്തിന്റെ റിസൾട്ടായിട്ട് വരുന്നത് പൊട്ടിച്ചിരിയാണ്, ചിരിയാണ്. When laughter is shared, it brings people together and increases happiness and intimacy among them. നമ്മളൊരു ഫലിതം അല്ലെങ്കിൽ ചിരിക്കാനുള്ള ഒരു കാര്യം നമ്മൾ പങ്കുവെക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ, അതെന്താണ് ചെയ്യുന്നത്? ഇത് കേട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് അടക്കി പിടിക്കുകയാണ്. എന്നുവെച്ചാൽ അവർ തമ്മിൽ അകലമില്ലാതെ അവരെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ചിരിക്കുകയല്ലേ, ഒരുമിച്ച് നിന്ന് കൂട്ടം കൂടി ഒരുമിച്ച് നിന്ന് ആ ഒരു തമാശേനെ ആസ്വദിക്കുകയാണ്. അപ്പൊ ആളുകളെല്ലാം ഒരു കൂട്ടമായിട്ട് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ക്ലോസ്നെസ് വരികയാണ്, അവർ തമ്മിൽ ഒരു അടുപ്പം വരികയാണ്. ആൻഡ് ഇൻക്രീസസ് ഹാപ്പിനെസ് ആൻഡ് ഇന്റിമസി എമംഗ് ദം. അത് മാത്രമല്ല, ഇവർക്കിടയിലുള്ള സന്തോഷം ഇരട്ടിക്കുകയാണ്. ഒരു തമാശ കേട്ട് ചിരിക്കുമ്പോൾ ഇവരുടെ എല്ലാവരുടെ മനസ്സും സന്തോഷിക്കുകയാണ്. ആൻഡ് ഇന്റിമസി എമംഗ് ദം. അത് മാത്രമല്ല, അവരുടെ ഇടയിൽ എന്താ ഒരു ഇന്റിമസി, ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ ഒരു അടുപ്പം വരുന്നുണ്ട്. It is interesting to note that people of all ages and cultures can respond to humor instantly. പിന്നെയുള്ള കാര്യം എന്താണ്? രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? പീപ്പിൾ ഓഫ് ഓൾ ഏജസ്. തമാശയ്ക്ക് പ്രായമില്ല. ചെറിയ കുട്ടിക്കും തമാശ പറയാം, മധ്യവയസ്കനും തമാശ പറയാം, വയസ്സായിട്ടുള്ളവർക്കും പറയാം, ഇതിന്റെ ഇടയിൽ പെടുന്ന യുവാക്കൾക്കും തമാശ പറയാം. അങ്ങനെ ഏജസ് ഒന്നുമില്ല തമാശയ്ക്ക്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? പീപ്പിൾ ഓഫ് ഓൾ ഏജസ് ആൻഡ് കൾച്ചേഴ്സ് ക്യാൻ റെസ്പോണ്ട് ടു ഹ്യൂമർ ഇൻസ്റ്റന്റ്ലി. ഒരു തമാശയ്ക്ക് ഏതൊരാൾക്കും, അങ്ങനെ വലിപ്പ ചെറുപ്പ വ്യത്യാസമോ വയസ്സിന്റെ വ്യത്യാസമോ ഒന്നുമില്ല, ഏതൊരാൾക്കും തമാശ കേട്ട് കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യാം, ചിരിക്കാം. അപ്പൊ ആ തമാശ കേട്ട ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യാം. മോസ്റ്റ് പീപ്പിൾ ആർ ഏബിൾ ടു ലാഫ് ഓർ സ്മൈൽ അറ്റ് സംതിങ് ഫണി ആൻഡ് ആർ therefore considered to have a sense of humor. ഏതൊരാൾക്കാണോ തമാശ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിച്ചിരിക്കാനും പുഞ്ചിരിക്കാനും ഒക്കെ തമാശയായി കണ്ട് അതിന് നേരെ ചിരിക്കാനും പൊട്ടിച്ചിരിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ളത്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സെൻസ് ഓഫ് ഹ്യൂമർ അഥവാ ചിരിപ്പിക്കാനുള്ള കഴിവുള്ള ആൾക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നു, തമാശക്കാരായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ പറയല്ലോ അവൻ ഭയങ്കര തമാശയാണെന്നൊക്കെ. അപ്പൊ ആ ഒരു തമാശ എന്നുള്ള രീതിയിലാണ് ഇവിടെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ, ഇറ്റ് ഇസ് സെഡ്, strengthen one's immune system, enhance one's energy and protect one from the damaging effects of stress. ഈ തമാശ വെറുതെ പറയുന്ന ഒരു കാര്യമല്ല, അതുവഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യം നന്നാക്കാനും തമാശ ഉപകരിക്കും. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ, തമാശയും അത് കേട്ടിട്ടുള്ള പൊട്ടിച്ചിരിയും. നിങ്ങൾ കേട്ടിട്ടില്ലേ, പൊട്ടിച്ചിരി നല്ലൊരു ട്രീറ്റ്മെന്റ് ആണെന്ന്. ക്യാൻസർ വരെ ചിരി വഴി നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ചികിത്സ മീൻസ് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ളല്ല,
പൊട്ടിച്ചിരി ഫലിതത്തിലൂടെ നമുക്ക് ആ ആളുടെ മനസ്സ് സന്തോഷിപ്പിച്ച് കൊണ്ടുവന്ന് ക്യാൻസർ വരെ മാറ്റാൻ കഴിയും. ഹ്യൂമർ ആൻഡ് ലാഫ്റ്റർ ഇറ്റ് ഇസ് സെഡ് സ്ട്രെങ്തൻ വൺസ് ഇമ്മ്യൂൺ സിസ്റ്റം. തമാശയും പൊട്ടിച്ചിരിയും വഴി എന്താണ് ചെയ്യുന്നത്? ഒരാളുടെ പ്രതിരോധശേഷിയെ ഒന്നും കൂടി ബലപ്പെടുത്തുകയാണ്, ഉറപ്പിക്കുകയാണ്. അതുമാത്രമല്ല, എൻഹാൻസ് വൺസ് എനർജി. ചിരിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് എനർജി കിട്ടും. എനർജി ലൂസ് ആവല്ലേ ചെയ്യുന്നത്, കൂടുതൽ ഫ്രഷ് എനർജി കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് പ്രൊട്ടക്ട് വൺ ഫ്രം ദ ഡാമേജിങ് എഫക്ട്സ് ഓഫ് സ്ട്രെസ്. അത് മാത്രമല്ല, ടെൻഷൻ വഴി നമുക്കുണ്ടാവുന്ന കേടുപാടുകളും ആ ഒരു ബുദ്ധിമുട്ടും ശല്യവും അതൊന്നും ഈ തമാശ വഴി ഇല്ലാതായി പോവുകയാണ്. നമുക്ക് ടെൻഷൻ കാരണമുള്ള ഒരു പ്രോബ്ലംസും തമാശ കേട്ട് ചിരിക്കുന്നത് വഴി എല്ലാ പ്രോബ്ലംസും പോവുകയാണ് മനസ്സിൽ നിന്ന്. ഇൻ ഫാക്ട് ഹ്യൂമർ ഇസ് എ പ്രൈസ്ലെസ് മെഡിസിൻ. നമ്മളെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമർ ഇസ് എ പ്രൈസ്ലെസ് മെഡിസിൻ. വിലയില്ലാത്ത എന്നുവെച്ചാൽ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത നല്ല ഒരു മരുന്നാണ് തമാശ എന്ന് പറയുന്നത്. ദിസ് മെഡിസിൻ ഇസ് ഫ്രീ. ഈ മരുന്ന് എങ്ങനെയാണ്? ഫ്രീ ആണ്, ആർക്കും വാങ്ങാം, ആർക്കും എപ്പോഴും കിട്ടും, ഫ്രീ ആണ്, ക്വൈറ്റ് ഈസി ടു യൂസ്. അത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ചിരിക്കാനേ ഉള്ളൂ. ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനേ ഉള്ളൂ. മൈൻഡ് ഫ്രീ ആക്കി വിട്ട് തമാശ കേട്ട് ചിരിക്കാനേ ഉള്ളൂ. ആൻഡ് അവൈലബിൾ എവറിവെയർ. അതുമാത്രമല്ല, തമാശ എവിടെയും, തമാശ എന്ന ഈ മരുന്ന് എവിടെയും നമുക്ക് കിട്ടും. വെൻ വി ക്രാക്ക് എ ജോക്ക്, നമ്മളൊരു തമാശ പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് ദാറ്റ്, നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് ദ ഫീലിംഗ്സ് ഓഫ് എനിവൺ. അത് ആരുടെയും വികാരങ്ങളെ, വികാരങ്ങളെ ഉപദ്രവിക്കരുത്. ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കാത്ത രീതിയിലാവണം നമ്മൾ ഏതൊരു തമാശയും പറയാൻ. അതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം. Now we are going to a new topic, my financial career. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 6-ലെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ്, മൈ ഫിനാൻഷ്യൽ കരിയർ. നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. Humor is present in the daily activities of our life. Even in very serious situations, there can be instances of humor. Here is an example. ഈ ഡെയിലി ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിലും ഹ്യൂമർ ഒരു ഭാഗമാണ്. എന്നുവെച്ചാൽ നമ്മളുടെ ജീവിതത്തിലും ഏത് രീതിയിലും ഏത് നേരത്തും ചിരിക്കാനുള്ള വഴി വരും, തമാശകളുണ്ടാവും. ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോ സംഭവങ്ങളും തമാശ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈവൻ ഇൻ വെരി സീരിയസ് സിറ്റുവേഷൻസ് ദർ ക്യാൻ ബി ഇൻസ്റ്റൻസസ് ഓഫ് ഹ്യൂമർ. ഏത് സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും ചിലപ്പോൾ കാണാൻ എന്തെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു തമാശകൾ ഉണ്ടാവും അല്ലേ? അത് ആരുടെ ജീവിതത്തിലായാലും ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലായാലും ഉണ്ടാവും, എൻ്റെ ജീവിതത്തിലായാലും ഉണ്ടാവും. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ പോലും ചിലപ്പോൾ തമാശകൾ ഉണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്ന ചാപ്റ്ററിൽ അങ്ങനൊരു കാര്യമാണ് പറയുന്നത്. അപ്പം നോക്കാം. മൈ ഫിനാൻഷ്യൽ കരിയർ എന്ന് വെച്ചാൽ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ജീവിതഗതി, ജീവിത രീതി അല്ലെങ്കിൽ ജീവിതചര്യ. എൻ്റെ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ പണമിടപാട് എന്നുള്ള രീതിയിൽ സാമ്പത്തികപരമായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. മൈ ഫിനാൻഷ്യൽ കരിയർ എൻ്റെ സാമ്പത്തികപരമായ ജീവിതഗതി. വെൻ ഐ ഗോ ഇൻ ടു എ ബാങ്ക് ഐ ഗെറ്റ് നെർവസ്. ഞാൻ ഒരു ബാങ്കിലേക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നലുണ്ട്. ദ ക്ലർക്സ് മേക്ക് മീ നെർവസ്. ബാങ്കിലുള്ള ക്ലർക്കുകളെ കാണുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ബാങ്കിൽ, പണമിടപാട് നടത്താൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും ബാങ്കിൽ. അപ്പോൾ അവിടെയുള്ള ബാങ്കിലുള്ള ക്ലർക്സിനെ കാണുമ്പോൾ എനിക്ക് ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നലുണ്ട്. ഒരു പേടി ഉള്ളിൽ ടെൻഷൻ പോലെ വരാറുണ്ട്. ദ ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. ബാങ്കിൽ പോയി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, പോയിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ ആരുടെങ്കിലും കൂടെയൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഓരോ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടെ ആ കൗണ്ടേഴ്സിലും ഓരോ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അവരുടെ തൊട്ട് മുമ്പിൽ ഒരു ചെറിയ ജനൽ പോലെ ഒരു ഷേപ്പിൽ ചെറിയ കുഞ്ഞു വിൻഡോ കാണാമല്ലോ. അതിനെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. ദ ലിറ്റിൽ വിൻഡോസ് അറ്റ് ദ കൗണ്ടേഴ്സ് മേക്ക് മീ നെർവസ്. എനിക്ക് ആ ചെറിയ ജനലുകൾ പോലുള്ള ആ ഒരു സ്പേസ് കാണുമ്പോഴും ആ കുഞ്ഞ് ജനലുകൾ കാണുമ്പോഴും എനിക്ക് പെട്ടെന്ന് ധൈര്യം ചോർന്നു പോകുന്ന പോലെയാണ്. പെട്ടെന്ന് ടെൻഷൻ വരും.
അപ്പം നമുക്കായാലും ഉണ്ടാവുമല്ലോ, എന്താണ്, നമ്മൾ എവിടെയെങ്കിലും പോവാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ഒരു പിടി കിട്ടില്ലല്ലോ നമുക്ക്. അതുപോലെ ഇയാളും നെർവസ് ആയിപ്പോയി. ദ സൈറ്റ് ഓഫ് ദ മണി മേക്സ് മീ നെർവസ്. അവരിങ്ങനെ കൈകാര്യം ചെയ്യുന്ന പണം കാണുമ്പോഴും എനിക്ക് ധൈര്യം ചോർന്നു പോവുകയാണ്, ടെൻഷനാവുകയാണ്. എവറിത്തിങ് മേക്സ് മീ നെർവസ്. ബാങ്കിലുള്ള എന്ത് കാര്യം കണ്ടാലും എനിക്ക് ടെൻഷനാവുകയാണ്, പേടിയാവുകയാണ്. നെവർട്ട്ലെസ് ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഐ ഹാഡ് ടു ഗോ ടു ദ ബാങ്ക്. എനിക്ക് ബാങ്കിൽ പോവേണ്ടി വന്നു. ദർ വാസ് എ ഫെയർ ഇൻക്രീസ് ഇൻ മൈ സാലറി. എന്താ കാര്യം എന്ന് വെച്ചാൽ, ദർ വാസ് എ ഫെയർ ഇൻക്രീസ് ഇൻ മൈ സാലറി. എൻ്റെ ശമ്പളത്തിൽ പെട്ടെന്ന് ഒരു തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു ഉയർച്ച വന്നു, കുറച്ച് കൂടി കിട്ടി ശമ്പളം. ഐ വാണ്ടഡ് ടു ഡെപ്പോസിറ്റ് ദ മണി വിത്ത് ദ ബാങ്ക്. അപ്പം എനിക്കെന്താ തോന്നിയത്, ഞാൻ ആ പണം മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയിടണം എനിക്ക് തോന്നി. അതാണ് എനിക്ക് തോന്നിയ തീരുമാനം. ഐ ഫെൽ ദാറ്റ് ദ ബാങ്ക് വാസ് ദ ഓൺലി പ്ലേസ് ഫോർ ഇറ്റ്. എനിക്ക് തോന്നിയത് എന്താ, ഈ പണം മുഴുവൻ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ബാങ്കാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇടാമെന്ന് വിചാരിച്ചു ആ പണമൊക്കെ. ഐ വാക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്. ഞാൻ എങ്ങനെയാണ് നടന്നത്, ഇയാൾക്ക് ചെറിയ പേടിൻ്റെ ഉള്ളിൽ, അതുകൊണ്ട് തന്നെ കാലുകൾ വലിച്ച് നടക്കുന്ന പോലെയാണ് അയാൾക്ക് തോന്നിയത്. ഒരു ടെൻഷൻ കയറിയ കാരണം അങ്ങനെ തോന്നുകയാണ്. ഐ വാക്ക്ഡ് ഇൻ വിത്ത് ഡ്രാഗിങ് ഫീറ്റ് ആൻഡ് ലുക്ക്ഡ് ഷൈലി റൗണ്ട് അറ്റ് ദ ക്ലർക്സ്. എൻ്റെ കാലുകൾ വലിച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല, ബാങ്കിലുള്ള ക്ലർക്സിനെ, ഇവിടുത്തെ ജോലിക്കാരെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ ലജ്ജ അല്ലെങ്കിൽ ഒരു ചെറിയ നാണമൊക്കെ തോന്നും. ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്, ആദ്യമായിട്ടാണ് ബാങ്കിൽ വരുന്നത്, ആ ഒരു രീതിയിലുള്ള. ഐ ഹാഡ് ആൻ ഐഡിയ ദാറ്റ് എ പേഴ്സൺ അബൌട്ട് ടു ഓപ്പൺ ആൻ അക്കൗണ്ട് മസ്റ്റ് കൺസൾട്ട് ദ മാനേജർ. എനിക്കൊരു കാര്യം അറിയായിരുന്നു, ആദ്യമായിട്ട് ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പോകുന്ന ആൾ ആദ്യം മാനേജറെ കണ്ട് സംസാരിക്കണം, മാനേജറെ കാണണം എന്നുള്ള ഒരു ഐഡിയ എനിക്കുണ്ടായിരുന്നു. ഐ വെൻറ്റ് അപ്പ് ടു എ കൗണ്ടർ മാർക്ക്ഡ് അക്കൗണ്ടൻറ്റ്. അപ്പം ഞാൻ എങ്ങോട്ടാ പോയത്, നേരെ അക്കൗണ്ടൻറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു കൗണ്ടറിൽ പോയി. ദ അക്കൗണ്ടൻറ്റ് വാസ് എ ടോൾ കൂൾ ഫെലോ. അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ടൻറ്റ് എങ്ങനെയായിരുന്നു, അക്കൗണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ പണം കൈകാര്യം ചെയ്യുന്ന ആൾ, കണക്കൂട്ടലുകൾ നടത്തുന്ന ആൾ. ദ അക്കൗണ്ടൻറ്റ് വാസ് എ ടോൾ കൂൾ ഫെലോ. അവിടെ ഇരുന്നിരുന്ന അക്കൗണ്ടൻറ്റ് നല്ല നീളമുള്ള, സാധാരണ രീതിയിൽ ഒരു ശാന്തനായിട്ടുള്ള ഒരാളായിരുന്നു. ദ വെരി സൈറ്റ് ഓഫ് ഹിം മെയ്ഡ് മീ നെർവസ്. അയാളെ കണ്ടപ്പോഴും എനിക്ക് ടെൻഷനായി. മൈ വോയിസ് വാസ് ഡീപ്പ് ആൻഡ് ഹോളോ. അപ്പോൾ ടെൻഷൻ വന്നപ്പോൾ എൻ്റെ സൗണ്ടും കുറച്ചൊന്ന് താഴ്ന്നു പോയി. ഓവറായിട്ട് സൗണ്ട് ഇങ്ങോട്ട് പുറത്തൊക്കെ അധികം വരുന്നില്ല. ആൻഡ് ഹോളോ, അങ്ങനെ ഇങ്ങനത്തെ കൂടുതലായിട്ട് ഒച്ചയിട്ട് പറയാനൊന്നും പറ്റാത്ത രീതിയിൽ സൗണ്ട് പതിഞ്ഞ സ്വരമായിട്ട് മാറി. ക്യാൻ ഐ സീ ദ മാനേജർ, ഐ സെഡ് ആൻഡ് ആഡഡ് solemnly, alone? എനിക്ക് മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ? അക്കൗണ്ടൻറ്റിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എനിക്ക് മാനേജറെ ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെ അങ്ങനെ അതിൻ്റെ കൂടെ വേറെന്തു കാര്യം കൂടി ചോദിച്ചു അയാൾ. solemnly, കുറച്ചൊരു ഗൗരവത്തോടെ തന്നെ എന്ത് ചോദിച്ചു, എനിക്ക് ഒറ്റയ്ക്കൊന്ന് മാനേജറെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഐ ഡോണ്ട് നോ വൈ ഐ സെഡ് അലോൺ. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ആ നേരത്തെ അവിടെ അലോൺ, എനിക്ക് തനിച്ചൊന്ന് കാണണമെന്ന് ഞാൻ എന്തിനാണ് അവിടെ ചേർത്തതെന്ന് എനിക്കറിയില്ല, അറിയാതെ പറഞ്ഞു പോയതാണ്. certainly said the accountant. അപ്പോൾ അവിടെ അക്കൗണ്ടൻ്റ് എന്ത് പറഞ്ഞു, തീർച്ചയായും കാണാം. ദ മാനേജർ വാസ് എ ഗ്രേവ് കാം മാൻ. അപ്പോൾ മാനേജർ എങ്ങനെയുള്ള ആളായിരുന്നു? വാസ് എ ഗ്രേവ് കാം മാൻ. കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരു സീരിയസ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നും. പക്ഷേ എങ്ങനെയുള്ള ആളാണ്? ഒരേ സമയം സീരിയസ് ആയിട്ട് തോന്നുന്നതും അതേമാതിരി ഒരു ശാന്തനായിട്ടുള്ള ആളും ആണ്. ആർ യു ദ മാനേജർ? ഐ ആസ്ക്ഡ്. നിങ്ങളാണോ മാനേജർ? ഞാൻ ചോദിച്ചു. അയാളോട് ഇയാൾ ചോദിച്ചു. യെസ് ഹി സെഡ്. അപ്പോൾ മാനേജർ എന്ത് പറഞ്ഞു? അതെ ഞാനാണ്. ക്യാൻ ഐ സീ യു? ഐ ആസ്ക്ഡ്. അലോൺ? അപ്പോൾ പിന്നെ അയാൾ ചോദിച്ചു, എനിക്ക് നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? ഇങ്ങനെ തനിച്ചൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഐ ഡിഡ്ന്റ് വാണ്ട് ടു സേ അലോൺ അഗെയിൻ ബട്ട് ഐ കുഡ്ന്റ് ഹെൽപ്പ് ഇറ്റ്.
പിന്നെയും ഈ തനിച്ചൊന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതല്ല, പക്ഷേ എനിക്കതിന് പറ്റിയില്ല. അറിയാതെ ഞാനത് ചോദിച്ചു പോയി. ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാനേജറിനും ഇത് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ വന്ന മാതിരി, ഒരു പരിഭ്രമം വന്നു. ദ മാനേജർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സം അലാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാനേജറും എന്നെ ഒന്ന് ചെറിയൊരു പരിഭ്രമത്തോടെ നോക്കി. ഹി ഫെൽ ദാറ്റ് ഐ ഹാഡ് എ ടെറിബിൾ സീക്രറ്റ് ടു റിവീൽ. ഇത് കേട്ടപ്പോൾ മാനേജറിന് എന്താ തോന്നിയത്? മാനേജർ വിചാരിച്ചു എനിക്ക് എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു രഹസ്യം പറയാനുണ്ട് മാനേജറോടെന്നാണ് മാനേജർ വിചാരിച്ചത്. മീൻ ഹിയർ ഹി സെഡ് ആൻഡ് ലെഡ് ദ വേ ടു എ പ്രൈവറ്റ് റൂം. അപ്പോൾ മാനേജർ പറഞ്ഞു, വരൂ, ഉള്ളിലേക്ക് വരൂ, അകത്തേക്ക് വരൂ. എന്നിട്ട് ഈ മാനേജറിൻ്റെ പ്രൈവറ്റ് റൂമിൽ, ഇയാളുടെ സ്വകാര്യ മുറിയിലേക്കാണ് ഇയാൾ കൊണ്ടുപോയത്. ഹി ടേൺ ദ കീ ഇൻ ദ ലോക്ക്. മുറി കയറിയിട്ട് എന്താ ചെയ്തത്? മുറി ലോക്ക് ഇട്ടു. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും സീക്രട്ട് സംസാരിക്കുകയാണെങ്കിൽ പുറത്തറിയാൻ പാടില്ല എന്ന രീതിയിൽ. വി ആർ സേഫ് ഫ്രം ഇൻട്രപ്ഷൻ ഹിയർ ഹി സെഡ്, സിറ്റ് ഡൗൺ. ഇവിടെ ഇനി നമുക്ക് ശല്യമായിട്ടുള്ള തടസ്സമായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല, നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞു. ബോത്ത് സാറ്റ് ഡൗൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. ഐ ഫൗണ്ട് നോ വോയിസ് ടു സ്പീക്ക്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നു, പക്ഷേ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാത്ത പോലെ തോന്നി. യു ആർ എ ഡിറ്റക്റ്റീവ് ഐ സപ്പോസ് ഹി സെഡ്. അപ്പം മാനേജർ ഇയാളോട് ചോദിക്കുകയാണ്. മാനേജർ പറഞ്ഞു, നിങ്ങളൊരു കുറ്റാന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു, അങ്ങനെയല്ലേ ചോദിച്ചു. ഐ ആം നോട്ട് എ ഡിറ്റക്റ്റീവ് അറ്റ് ഓൾ. ഞാനൊരു കുറ്റാന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഐ ഹാവ് കം ടു ഓപ്പൺ ആൻ അക്കൗണ്ട്. ഞാനിവിടെ വന്നത് ഒരു അക്കൗണ്ട് തുടങ്ങാനാണ്. ഐ ഇൻറ്റൻഡ് ടു കീപ് ഓൾ മൈ മണി ഇൻ ദിസ് ബാങ്ക്. എൻ്റെ കയ്യിലുള്ള എല്ലാ പണവും എല്ലാ കാശും ഞാൻ ഇവിടെ ഈ ബാങ്കിൽ സൂക്ഷിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു ഇയാൾ. ദ മാനേജർ ലുക്ക്ഡ് റിലീവ്ഡ് ബട്ട് സ്റ്റിൽ സീരിയസ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മൾ മാനേജർ ഇതുവരെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. എന്തോ ഒരു വലിയ സീക്രട്ട് ഇയാൾക്ക് പറയാനുള്ളത് പോലെ ഇരുന്നല്ലോ ഇയാൾ പെരുമാറിയിരുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പം, ഒരു അക്കൗണ്ട് തുടങ്ങാനാണെന്നുള്ളത് കേട്ടപ്പോൾ മാനേജറൊന്ന് ചെറിയ ആശ്വാസം കിട്ടി. മാനേജർ പക്ഷേ സീരിയസ് ആയിട്ട് തന്നെ കുറച്ച് ചോദിച്ചു. ഹി കൺക്ലൂഡഡ് നൗ ദാറ്റ് ഐ വാസ് എ മില്ലനിയർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാനേജർ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഏതായാലും അക്കൗണ്ട് തുടങ്ങാൻ വന്നതാണ്, അപ്പോൾ ഇയാളൊരു കോടീശ്വരനായിരിക്കും എന്നാണ് മാനേജർ വിചാരിച്ചത്. എ ലാർജ് അക്കൗണ്ട് ഐ സപ്പോസ് ഹി സെഡ്. അപ്പോൾ മാനേജർ ചോദിച്ചു ഇയാളോട്, ഒരു വലിയ അക്കൗണ്ട് തന്നെ ആവുമായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളൊരു വലിയ അക്കൗണ്ട് തന്നെ ആവും തുടങ്ങാൻ പോകണമെന്ന്. ഫെയർലി ലാർജ് ഐ വിസ്പേർഡ്. തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു അക്കൗണ്ട് തന്നെയാണ്, വലിയ അക്കൗണ്ട് തന്നെയാണ്. ഐ പ്രപ്പോസ് ടു ഡെപ്പോസിറ്റ് $56 നൗ ആൻഡ് $50 എ മന്ത് റെഗുലർലി. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇപ്പോൾ $56 $56 ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ ഓരോ മാസവും കൃത്യമായിട്ട് $50 വീതം ഞാൻ ഇവിടെ വന്ന് അടക്കാം എന്നാ പറഞ്ഞത്. സീ ദ മാനേജർ ട്രൈങ് ടു സപ്രസ് എ ലാഫ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ മാനേജറിന് എന്താ ചിരി വന്നു. സാധാരണ എല്ലാവരും ബാങ്കിൽ എന്തിനാണ് വരുന്നത്, അതേ കാര്യത്തിന് തന്നെ ഇയാൾ വന്നു. പക്ഷേ ഇയാൾ കൂടുതലായിട്ട് ഓവർ ആക്ട് ചെയ്തിട്ട് സീരിയസ് ആയിട്ട് എന്തൊക്കെയോ സീക്രട്ട് പറയാനുള്ള പോലെയാണല്ലോ ഇയാൾ പെരുമാറിയത്. അപ്പോൾ മാനേജർ വിചാരിച്ച കാര്യമൊന്നുമല്ല ഇത്. അപ്പം ഇത് കേട്ടപ്പോൾ മാനേജറിന് ചിരി വന്നത് അയാൾ മാക്സിമം അടക്കി പിടിക്കാമെന്ന്. സപ്രസ് മീൻസ് അവിടെ അമർത്തി പിടിക്കാൻ തോന്നി. അയാൾക്ക് ചിരി വന്നത് അയാൾ അടക്കി പിടിച്ചു. ഹി ഗോട്ട് അപ്പ് ആൻഡ് ഓപ്പൺ ദ ഡോർ. അപ്പം മാനേജർ അവിടെ നിന്ന് എണീച്ചിട്ട് ആ ഡോറ് തുറന്നു, അയാളുടെ ക്യാബിൻ്റെ ഡോറ് തുറന്നു. ഹി കോൾ ടു ദ അക്കൗണ്ടൻറ്റ്. എന്നിട്ട് അക്കൗണ്ടൻറ്റിനെ വിളിച്ചു. മിസ്റ്റർ മോൺഗോമറി ഹി സെഡ് ആൻഡ് കൈൻഡ്ലി ലൗഡ്. കുറച്ച് ഒച്ചത്തിൽ തന്നെ ഈ മോൺഗോമറി എന്നാണ് അക്കൗണ്ടൻറ്റിൻ്റെ പേര്. അക്കൗണ്ടൻറ്റിനെ വിളിച്ചു. ദിസ് ജെൻറ്റിൽമാൻ ഈസ് ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഹി വിൽ ഡെപ്പോസിറ്റ് $56. ഗുഡ് മോർണിംഗ്. എന്നിട്ട് അക്കൗണ്ടൻറ്റിനെ വിളിച്ച് പറയാനും, ഈ വ്യക്തി ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വന്നതാണ്, അയാൾ $56 ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഐ റോസ്. അപ്പോൾ ഈ ബാങ്കിലേക്ക് വന്ന ആൾ ഐ റോസ്, ഞാൻ എഴുന്നേറ്റു. ദ മാനേജർ ഷോഡ് മീ ദ വേ ടു ദ അക്കൗണ്ടൻറ്റ്. മാനേജർ എനിക്ക് അക്കൗണ്ടൻറ്റിൻ്റെ അടുത്തേക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നു. ഐ വെൻറ്റ് അപ്പ് ടു ദ അക്കൗണ്ടൻറ്റ്സ് കൗണ്ടർ and pushed the money at him with a sudden quick movement as if I were doing a conjuring trick.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അക്കൗണ്ടൻറ്റിൻ്റെ കൗണ്ടറിൻ്റെ അടുത്ത് പോയി. ആൻഡ് എന്ത് ചെയ്തു, ഇയാളുടെ കയ്യിലുള്ള പൈസ പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ മാജിക്ക് കാണിക്കുന്ന പോലെ ഈ അക്കൗണ്ടൻറ്റിൻ്റെ കയ്യിലേക്ക് വേഗം തന്നെ അങ്ങോട്ട് നീക്കി കൊടുത്തു. അയാൾ അക്കൗണ്ടിൻ്റെ ഇരിക്കുന്ന ആ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് നീക്കി കൊടുത്തു. എന്തൊക്കെ നമ്മൾ മജീഷ്യൻസ് മാജിക് കാണിക്കുന്ന അങ്ങനെയല്ലേ, സ്പീഡിൽ എന്തൊക്കെയോ ധൃതിയിൽ മാജിക് കാണിക്കുന്ന പോലെയല്ലേ, കൈകൊണ്ടൊക്കെ കാണിച്ചിട്ടല്ലേ, അതുപോലെ ഇയാൾ സ്പീഡിൽ ക്യുക്കായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാജിക് കാണിക്കുന്ന പോലെ എന്തൊക്കെ മാജിക്കായിട്ടുള്ള മായാജാലമായിട്ടുള്ള സൂത്രപ്പണികൾ കാണിക്കുന്ന പോലെ തന്നെ എന്തൊക്കെയോ കാശെടുത്ത് വേഗം കാണിച്ചിട്ട് ഈ അക്കൗണ്ടൻറ്റിൻ്റെ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു. മൈ ഫേസ് വാസ് പെയിൽ ആസ് ഡെത്ത്. എൻ്റെ മുഖം മരിച്ചതുപോലെ തണുത്തിരുന്നു. ടെൻഷൻ കയറിയിട്ട് ഭയങ്കരമായിട്ട് ഇയാളുടെ ബ്ലഡൊക്കെ തണുത്ത് മുഖം തൊട്ട് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് പോലെ തോന്നിയിരുന്നു. ഹിയർ ഐ സെഡ് ഡെപ്പോസിറ്റ് ഇറ്റ്. ദ ടോൺ ഓഫ് ദ വേർഡ്സ് സീം ടു മീൻ ലെറ്റ് us ഡു ദിസ് പെയിൻഫുൾ തിങ്. അപ്പോൾ എന്നിട്ട് ഇയാൾ ഈ അക്കൗണ്ടൻറ്റിനോട് പൈസ കൊടുത്തിട്ട് പറയണം, ഇത് ഡെപ്പോസിറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇയാളുടെ ഈ സംസാരം കേട്ടപ്പോൾ എങ്ങനെ തോന്നുന്നു, ഇയാൾ പറഞ്ഞ കാര്യം കേൾക്കുന്നവർക്ക് വിചാരിക്കും എന്തെങ്കിലും സങ്കടം നിറഞ്ഞ വേദന നിറഞ്ഞിട്ടുള്ള എന്തോ കാര്യമാണ് ഇവർ ചെയ്യണത്. ലെറ്റ് us ഡു ദിസ് പെയിൻഫുൾ തിങ്. നമുക്ക് ഈ വിഷമം നിറഞ്ഞിട്ടുള്ള ഈ കാര്യം ചെയ്യാമെന്ന് പറയുന്ന രീതിയിലാണ് ഇയാളുടെ സൗണ്ട് വന്നിരുന്നത്. ഹി ടുക്ക് ദ മണി ആൻഡ് ഗേവ് ഇറ്റ് ടു അനദർ ക്ലർക്ക്. അപ്പോൾ അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തു, ഈ പണം വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ക്ലർക്കിൻ്റെ കയ്യിൽ കൊടുത്തു. He made me write the sum on a piece of paper and sign my name in a book. എന്നിട്ട് അക്കൗണ്ടൻറ്റ് എനിക്ക് ഒരു പീസ് ഓഫ് പേപ്പർ തന്നു, ഒരു പേപ്പറിൻ്റെ കഷ്ണം തന്നിട്ട് അതിൽ ടോട്ടൽ തുക എഴുതാൻ പറഞ്ഞു. എത്ര പൈസ ഉണ്ടോ അത്രയും പൈസ എഴുതാൻ പറഞ്ഞു, എത്ര ഉണ്ടെന്നുള്ള എഴുതാൻ. പിന്നെ ഒരു ബുക്കിൽ എൻ്റെ പേരും ഒപ്പും ഇടാനുള്ളതായിട്ട് തന്നു. I no longer knew what I was doing. ഇതൊക്കെ തന്നെങ്കിലും അയാൾക്ക് ആകെ കൺഫ്യൂഷനായിട്ട് ആകെ ടെൻഷനായിട്ട് ഇയാൾ എന്താ ചെയ്യണമെന്ന് തന്നെ ഇയാൾക്ക് ഓർമ്മയില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല എന്നാണ് പറയുന്നത്. ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. ഇയാൾക്ക് എന്താ തോന്നിയത്, ബാങ്ക് എൻ്റെ കണ്ണിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കറങ്ങുന്ന മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇയാൾക്ക് തല കറങ്ങുന്ന പോലെയാണ് തോന്നിയത്. ദ ബാങ്ക് വാസ് ഗോയിങ് റൗണ്ട് ആൻഡ് റൗണ്ട് ബിഫോർ മൈ ഐസ്. എൻ്റെ കണ്ണുകൾക്ക് മുമ്പ് ഈ ബാങ്ക് മുഴുവൻ മൊത്തത്തിൽ കറങ്ങുകയായിട്ട് എനിക്ക് തോന്നി. ഇസ് ഇറ്റ് ഡെപ്പോസിറ്റ്, ഐ ആസ്ക് നെർവസ്ലി. നിക്ഷേപിച്ചു കഴിഞ്ഞോ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞോ? അത് ഇറ്റ് ഈസ് സെഡ് ദ അക്കൗണ്ടൻറ്റ്. അപ്പോൾ അക്കൗണ്ടൻറ്റ് പറഞ്ഞു, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഐ വാണ്ട് ടു ഡ്രോ എ ചെക്ക്. ഐ വാണ്ട് ടു ഗെറ്റ് ബാക്ക് സം മണി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചെക്ക് വേണം, കുറച്ച് പൈസ എടുക്കാനുണ്ട്, എനിക്ക് കുറച്ച് പൈസ തിരിച്ച് എടുക്കാനുണ്ട്. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻറ്റ് യൂസ്. ഞാൻ എന്താ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ കൊടുത്ത കാശിൽ നിന്നും $6 എൻ്റെ തൽക്കാല ആവശ്യങ്ങൾ നടത്താനായിട്ട് കുറച്ച് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സംവൺ ഗേവ് മീ എ ചെക്ക് ബുക്ക് ത്രൂ എ ലിറ്റിൽ വിൻഡോ ആൻഡ് സംവൺ എൽസ് ബിഗാൻ ടെല്ലിങ് മീ ഹൗ ടു റൈറ്റ് ഇറ്റ് ഔട്ട്. അപ്പോൾ ആരോ എനിക്ക് ഈ സ്മോൾ വിൻഡോൻ്റെ ഉള്ളിലൂടെ ചെക്ക് ബുക്ക് തന്നു. അതുപോലെ തന്നെ വേറൊരാളെ എനിക്ക് ഇതിൽ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള കാര്യം കൂടി പറഞ്ഞു തന്നു. ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തോട്ട് ദാറ്റ് ഐ വാസ് എ മില്യനെയർ ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. ബാങ്കിലുള്ള ആൾക്കാരൊക്കെ ഇത് കണ്ടപ്പോൾ, ഇയാളെ കണ്ടപ്പോഴും ഇയാളുടെ സംസാരം കേട്ടപ്പോഴൊക്കെ അവരെന്താ വിചാരിച്ച്, ഇയാളൊരു എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു കോടീശ്വരനാണെന്നാണ് ഇവർ വിചാരിച്ചത്, ബാങ്കിലുള്ളവരൊക്കെ വിചാരിച്ചത്. ഐ റോട്ട് സംതിങ് ഓൺ ദ ചെക്ക് ആൻഡ് ത്രസ്റ്റ് ഇറ്റ് ഇൻ അറ്റ് ദ ക്ലർക്ക്. അപ്പോൾ ഇയാളെന്താ ചെയ്തത്, ആ ചെക്കിൽ എന്തൊക്കെയോ എഴുതിയിട്ട് ചുറ്റിക്കൂട്ടി കുത്തിത്തിരിയിട്ട് ക്ലർക്കിന് കൊടുത്തു. ഹീ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അപ്പോൾ ക്ലർക്കല്ല ആ അക്കൗണ്ടൻറ്റ് ക്ലർക്ക് അത് വാങ്ങിയിട്ട് നോക്കി. വാട്ട് ആർ യു ഡ്രോയിങ് ഇറ്റ് ഓൾ ഔട്ട് എഗെയിൻ? എന്താ നിങ്ങളിത് മുഴുവൻ എടുക്കുകയാണോ ഇപ്പോൾ ചോദിച്ചു. ഹി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അപ്പോൾ ക്ലർക്ക് ഒരു അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ ഹാഡ് റിട്ടൺ 56 ഇൻസ്റ്റെഡ് ഓഫ് 6 ദ എൻറ്റയർ മണി ഐ ഡെപ്പോസിറ്റഡ്. അപ്പോൾ എന്താ അവിടെ നടന്നിട്ടുള്ള കാര്യം, എന്താ തമാശ നടന്നത്, എന്താ ഇയാൾ $56 ഡെപ്പോസിറ്റ് ചെയ്തതിന് $6 മാത്രം തിരിച്ചെടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇയാൾ ചെക്ക് ബുക്കിൽ എഴുതിയപ്പോൾ എന്തായിപ്പോയി, $56 എഴുതുന്നതിൻ്റെ പകരം ഇയാൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക മുഴുവനായിട്ട് എഴുതിപ്പോയി. $56 എഴുതിപ്പോയി.
അപ്പോൾ ബാക്കി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. ഐ ഫെൽ ദാറ്റ് ഐ വാസ് ഡൂയിങ് സംതിങ് അൺറീസണബിൾ. അപ്പം തന്നെ ഇയാൾക്ക് കാര്യം പിടികിട്ടി. ഇയാളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റെന്താണെന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ കാര്യമില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്യുകയാണെന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായി. ഓൾ ദ ക്ലർക്സ് ഹാഡ് സ്റ്റോപ്ഡ് റൈറ്റിംഗ് ടു ലുക്ക് അറ്റ് മീ. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഈ ക്ലർക്കിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാങ്കിലുണ്ടായിരുന്ന എല്ലാ ക്ലർക്കുകളും അതുവരെ അവർ ചെയ്തിരുന്ന എഴുത്തും കുത്തും ഒക്കെ നിർത്തി ഇയാളെ നോക്കി. യെസ്, ദ ഹോൾ തിങ്. ഞാൻ പറഞ്ഞു, അതെ, മുഴുവനും ഞാൻ എടുക്കുകയാണ്. യു വിഡ്രോ ഓൾ യുവർ മണി ഫ്രം ദ ബാങ്ക്. നിങ്ങൾ ഈ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ എല്ലാ പൈസയും എടുക്കുകയാണോ ചോദിച്ചു. യെസ്, എവറി സെൻറ്റ് ഓഫ് ഇറ്റ്. അതെ, അതിലെ എല്ലാ പൈസകളും ഞാൻ എടുക്കണമെന്ന് പറഞ്ഞു. ആർ യു നോട്ട് ഗോയിങ് ടു ഡെപ്പോസിറ്റ് എനിമോർ? അപ്പം നിങ്ങൾ ഇവിടെ ഇനി ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലേ, നിക്ഷേപിക്കുന്നില്ലേ ഈ ബാങ്കിൽ? ആസ്ക് ദ ക്ലർക്ക് അസ്റ്റോണിഷ്ഡ്. ക്ലർക്ക് എങ്ങനെ ചോദിച്ച്? അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ. ബാങ്കിൽ കൊടുന്ന് $56 ഇടണം, ഒരു അക്കൗണ്ട് തുടങ്ങണമെന്ന് പറയും. അതേസമയം ഈ അക്കൗണ്ട് മുഴുവൻ എടുക്കണം, ആ അക്കൗണ്ടിൽ ഇട്ട പൈസ മുഴുവൻ എടുക്കണം എന്നും പറയും. പൊട്ടത്തരല്ലേ അത്? അപ്പോൾ ഇയാളൊരു അത്ഭുതത്തോടെ ഇയാളോട് ചോദിക്കുകയാണ് ക്ലർക്ക്. അപ്പോൾ നിങ്ങൾ ഈ ബാങ്കിൽ ഇനി ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യണില്ലേ? നെവർ. ഇയാൾ പറയണേ, നെവർ, ഇല്ല, ഒരിക്കലും ഇല്ല. ഐ ഹാഡ് നോ എക്സ്പ്ലനേഷൻ ഫോർ മൈ ഫൂളിഷ് ബിഹേവിയർ. ഞാൻ ഈ കാണിച്ച പൊട്ടത്തരത്തിന് എനിക്ക് ഒരു വിവരണവും കൊടുക്കാനില്ലായിരുന്നു. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ ആക്റ്റഡ് ലൈക്ക് എ മാൻ വിത്ത് എ ഫിയർഫുള്ളി ക്വിക്ക് ടെമ്പർ. സത്യം പറഞ്ഞാൽ ഇവിടെ എന്താ, ഇയാൾ ഇവിടെ ആകെ ചമ്മി നാറിയിരിക്കണം. ഇയാൾ ചെയ്ത കാര്യം പൊട്ടത്തരല്ലേ. അതുകൊണ്ട് ഇയാൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത കാരണം ഇയാൾ ആകെ ടെൻഷൻ അടിച്ച് എന്തൊക്കെയോ മാനസികാവസ്ഥയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമാതിരി ഇയാൾ അവിടെ പെരുമാറി. ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്. ആ ക്ലർക്ക് ഇത് കേട്ടപ്പോൾ വേഗം ഇയാളുടെ പൈസ മുഴുവൻ എടുത്തു കൊടുത്തു. അപ്പോൾ ഇത് കിട്ടിയ പഠനം ഇയാളെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ആകെ സീനാകെ വഷളായിക്കണ്, ഞാനിവിടെ ചമ്മി നാറിയിക്കണെന്നുള്ള ഇയാൾ മനസ്സിലായി. ഇയാൾ വേഗം പൈസ കിട്ടിയ പഠനം എന്ത് ചെയ്തു, വേഗം അതുമായിട്ട് പുറത്തേക്ക് ഓടി. ആസ് ദ ബിഗ് ഡോർ സ്വങ് ബിഹൈൻഡ് മീ ഐ കുഡ് ഹിയർ ദ എക്കോ ഓഫ് എ റോർ ഓഫ് ലാഫ്റ്റർ ദാറ്റ് വെൻറ്റ് അപ്പ് ടു ദ സീലിംഗ് ഓഫ് ദ ബാങ്ക്. അപ്പം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇയാൾ പൈസ കയ്യിൽ കിട്ടിയതും വേഗം ഇയാൾ ഓടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇയാളെ ശ്രദ്ധിച്ചു ഒരു കാര്യം. എന്താണ്, ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ പാടന്നെ ഡോർ അടഞ്ഞപ്പോൾ ഇയാൾക്ക് വേഗം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എന്ത്, ബാങ്കിലുള്ള ക്ലർക്കുകളും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കൂടി ഇയാളെ കളിയാക്കി ചിരിക്കുന്നത്. അപ്പം അവരുടെ ആ ചിരി എങ്ങനെ നല്ല ഒച്ചത്തിലായി പോയി. ആ ബാങ്കിൻ്റെ സീലിംഗ് മുഴുവനും കേൾക്കാൻ പാകത്തിൽ ഇവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇയാൾ അങ്ങനെ ഒരു മണ്ടത്തരല്ലേ കാണിച്ചെന്നുള്ള രീതിയിൽ ഇത് കണ്ടപ്പോൾ ആ ബാങ്കിലുള്ള എല്ലാ ആൾക്കാരും പൊട്ടിച്ചിരിക്കുകയാണ് ഈ തമാശ കണ്ട്. സിൻസ് ദെൻ ഐ ബാങ്ക് നോ മോർ. ആ സംഭവത്തിന് ശേഷം പിന്നെ ഞാൻ ബാങ്കിലേക്ക് പോയിട്ടേ ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത്. ഐ കീപ് മൈ മണി ഇൻ ക്യാഷ് ഇൻ മൈ ട്രൗസേഴ്സ്. ഇയാൾ എന്ത് ചെയ്യും, അയാളുടെ കാശ് മുഴുവൻ അയാൾ എവിടെ വെക്കൽ, അയാളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ, ട്രൗസേഴ്സിൻ്റെ പോക്കറ്റിലാണ് വെക്കാറ്. ആൻഡ് മൈ സേവിങ്സ് ഇൻ $silver ഇൻ എ സോക്ക്. പിന്നെ അയാൾ സേവ് ചെയ്ത് വെച്ച എന്ന് വെച്ചാൽ ഇയാളുടെ ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ച പൈസ, അതാണ് സേവിങ്സ്. സേവ് ചെയ്ത് വെക്കാൻ, ആവശ്യങ്ങൾക്കായിട്ട് മാറ്റി വെച്ച സേവിങ്സ് ഇയാൾ എന്ത് ചെയ്തു, എങ്ങനെയാക്കിയിരുന്നത്, വെള്ളി നാണയങ്ങളാക്കിയിട്ട് ഒരു സോക്സിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ട് കൊണ്ടെടുക്കാറാണ്, പൊതിഞ്ഞ് സൂക്ഷിച്ച് വെക്കലാണ് ചെയ്യൽ. എങ്ങനെയുണ്ട് ഈ സ്റ്റോറി കഴിഞ്ഞു. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ സ്റ്റോറി? ഇതൊരു ചെറിയൊരു കോമഡി ടച്ചുള്ള സ്റ്റോറി അല്ലേ, ചെറിയൊരു തമാശ. ഒരു ബാങ്കിൽ കയറി, ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും സീരിയസ് ആയിട്ടുള്ള പണമിടപാടുകൾ നടക്കുന്ന സ്ഥലമാണല്ലോ. അവിടെയാണ്, അങ്ങനെ ഈ സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ ഒരു തമാശ നടന്നിട്ടുള്ളത്, ഈ ഒരു ഹ്യൂമർ നടന്നിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈ ഫിനാൻഷ്യൽ കരിയർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. നമ്പർ 1, ഹൗ ഡസ് ലീകോക്ക് ഫീൽ ബിഫോർ ഗോയിങ് ടു ദ ബാങ്ക്? ബാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ലീകോക്കിന് ഫീൽ ചെയ്തത് എന്താണ്? Then 2, why did the author go to the bank? എന്തിനു വേണ്ടിയിട്ടാണ് ഓഥർ ബാങ്കിലേക്ക് പോയത്? Then 3, what did the author tell the accountant? അക്കൗണ്ടന്റിന്റെ അടുത്ത് ഓഥർ എന്താണ് പറഞ്ഞത്? Therefore, are you the manager? Do you think it is proper to ask such a question? അപ്പോൾ എന്താ പറയുന്നത്, നിങ്ങൾ മാനേജർ ആണോ? ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശരിയാണോ? അതെന്താന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. Then 5,
why did the manager look at him in alarm? എന്താ പറയുന്നത്, അയാളെ അത്ഭുതത്തോടെ എങ്ങനെ മാനേജർ നോക്കിയത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. Then 6, what did the manager guess about the author? Why? എന്താണ് ഓഥറിനെ കുറിച്ച് മാനേജർ എന്താണ് ഗസ് ചെയ്തത്, എന്തുകൊണ്ട്? Then 7, why did the manager look relieved? എന്താണ് എന്തുകൊണ്ടാണ് മാനേജർ സ്വസ്ഥനായ രീതിയിൽ കാണപ്പെട്ടത് അല്ലേ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, വാട്ട് മിസ്റ്റേക്ക് ഡിഡ് ദ കമ്മിറ്റ് വൈൽ റൈറ്റിംഗ് ദ ചെക്ക്? ചെക്ക് എഴുതിയ സമയത്ത് അയാൾ എഴുതിയ മിസ്റ്റേക്ക് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി പാർട്ടാണ്. നമ്പർ 1, ലിക്കോക്ക് റഷ്ഡ് ഔട്ട് വിത്ത് ദ മണി. സിൻസ് ദെൻ ഹി ഹാസ് നെവർ ഗോൺ ടു ദ ബാങ്ക്. ക്യാൻ യു സജസ്റ്റ് അനദർ എൻഡിങ് ടു ദ സ്റ്റോറി? എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ എൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇതിന് പകരം മറ്റൊരു എൻഡിങ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then 2, ഡിക്ഷണറി വർക്ക് ആണ് അല്ലേ. A few words from the story are given below. Rearrange them as they appear in a dictionary. Also write their meanings. താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഡിക്ഷണറിയിൽ വരുന്ന പോലെ ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ വേർഡ്സ് വേർഡിൻ്റെ മീനിങ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഓക്കെ, then 3, think that you would like to open an account in a bank. What are the formalities for opening an account? നിങ്ങൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അതിന് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് 1, fill in the application form. എന്ത് വേണം, ആദ്യം ഒരു ഫില്ല് ചെയ്യണം അല്ലെ, ഒരു ഫോർമാലിറ്റീസ് ഉണ്ടാകും, അത് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പ്രൊഡ്യൂസ് യുവർ ID. എന്ത് ചെയ്യണം, ID പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ലാസ്റ്റ് 1, ഗിവ് എ കോപ്പി ഫോർ യുവർ ഫോട്ടോഗ്രാഫ്. ഒരു ഫോട്ടോ കോപ്പി കൊടുക്കണം. താഴെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. Then 4, the word accountant, clerk and manager in the story my financial career are job titles. ഇവിടെ അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, മാനേജ് എന്നിവയെല്ലാം ഓരോ ജോബാണല്ലേ, ഓരോ ജോബ് ടൈറ്റിൽസ് ആണ്. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട് ആരാണ് അക്കൗണ്ടൻറ്റ്, അതുപോലെ തന്നെ ക്ലർക്ക് ആരാണ്, അതുപോലെ തന്നെ മാനേജർ അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ദെൻ താഴെ ഒരു ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കിയേ. വാട്ട് ഡു വി കോൾ എ മാൻ ഹൂ? കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ഇതിൽ താഴെ പറയുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, നമ്മൾ എന്താണ് അവരെ വിളിക്കുക, അത് എഴുതാനാണ് പറയുന്നത്. Here is the conversation between the author and the manager. ഇവിടെ ഓഥറും മാനേജറും തമ്മിലുള്ള കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ റീഡ് ചെയ്തിട്ട് താഴെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. A, pick out the questions from the pieces of conversation and write the below. എന്താ പറയുന്നത്, ഈ കോൺവെർസേഷനിൽ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് അല്ലേ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസ് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ദെൻ B, റൈറ്റ് ദ ക്വസ്റ്റ്യൻസ് വേർഡ്സ് യൂസ്ഡ് ഇൻ ദ കോൺവെർസേഷൻ. ഈ കോൺവെർസേഷനിൽ ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ദെൻ C, എക്സാമിൻ ദ റെസ്പോൺസ് ടു ദ ക്വസ്റ്റ്യൻസ്, തിങ്ക് ഓഫ് അതർ ആൾട്ടർനേറ്റീവ്, റൈറ്റ് ദം ഡൗൺ. എന്താ പറയുന്നത്, ഈ കോൺവെർസേഷനിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി, ക്വസ്റ്റ്യൻ വേർഡ്സ് കണ്ടെത്തി, ഇനി അതിനുള്ള റെസ്പോൺസ് അല്ലേ, അതിനുള്ള ആൻസർ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ദെൻ 6, the author in the story wants to deposit his some money in the bank. He goes to the bank and asks permission to see the manager. Look at the way seeks permission. എന്താ പറയുന്നത്, ഓഥറിന് കുറച്ച് പണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അല്ലേ. അദ്ദേഹം ബാങ്കിൽ പോവുകയാണ്, അപ്പോൾ മാനേജറിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന പെർമിഷൻ എന്താണ്, ക്യാൻ ഐ സി ദ മാനേജർ? ഞാൻ മാനേജറിനെ ഒന്ന് കണ്ടോട്ടെ. പിന്നെ നിങ്ങളോട് എന്താ പറയുന്നത്, A, are there other ways to ask permission, write them below. എന്താ പറയുന്നത്, ഇതുപോലെ കുറച്ച് പെർമിഷൻ വേർഡ്സ് അല്ലേ, ചോദിക്കാനുള്ള കുറച്ച് പെർമിഷൻ വേർഡ്സ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറയുന്നത്. Then B, read the conversation below and identify such expressions. താഴെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, ഈ കോൺവെർസേഷൻ നോക്കിയിട്ട് നിങ്ങളോട് എന്താ എഴുതാൻ പറയുന്നത്, പെർമിഷൻ ചോദിക്കാനുള്ള എക്സ്പ്രഷൻസ് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറയുന്നത്. Then C, നിങ്ങൾ സ്വയം കണ്ടെത്തുക കേട്ടോ. B, then C, use the expression in the box above to make sentences of your own to suit the situations given below. താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഓരോ സിറ്റുവേഷൻസ് ആണല്ലേ. അപ്പം നിങ്ങളോട് എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ നോക്കിയ ബോക്സിൽ നിന്ന് എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാനാണ് പറയുന്നത് അല്ലേ, സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അത് മാം ഇവിടെ കൊടുക്കാം. 7, read the sentences, underline the following extract from my financial career. Here I said deposited. The tone of the word seemed of mean, let us do these painful things.
എന്താ പറയുന്നത്? താഴെ 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് ആയിട്ട് ഫിനാൻഷ്യൽ കരിയർ എന്ന ചാപ്റ്ററിലെ കുറച്ച് വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. ലെറ്റസ് എന്ന വാക്ക് സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങളോട് എന്താ പറയുന്നത്? ക്യാൻ യു തിങ്ക് ഓഫ് എ ഫ്യൂ സജഷൻ ടു മേക്ക് ടു യുവർ ഫ്രണ്ട് വെൻ യു ബോത്ത് ഫീൽ ബോർഡ് ഡ്യൂറിങ് ദ വീക്കെൻഡ്. വീട്ടിലിരിക്കുന്ന സമയത്തിലെ നിങ്ങൾ ബോറടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുകയാണല്ലേ. ഏത് വേർഡ് വെച്ചിട്ട് ചെയ്യണം? ലെറ്റസ് വെച്ചിട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ലെറ്റസ് വേണം. ഓക്കെ. ബി, റീഡ് ദ കോൺവെർസേഷൻ ഗിവൺ ബിലോ. താഴെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? യു മേ ഹാവ് നോട്ടഡ് ദ എക്സ്പ്രഷൻസ് യൂസ് ടു മേക്ക് സജഷൻസ് ഇൻ ദ കോൺവെർസേഷൻ എബോ, റൈറ്റ് ദം ഡൗൺ. ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് എന്തൊക്കെയാണ് നിങ്ങളോട് സജഷൻസ് ബേസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, എക്സ്പ്രഷൻസ്. ഓക്കെ. ദെൻ എ, here are a few more expressions generally used to make suggestions. Use them to make sentences to suit the situations given below. പറയുന്നത് ഈ ബോക്സിലെ സാധാരണയായിട്ട് സജഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള വാക്കുകളാണ് ഈ ബോക്സിലുള്ളത് അല്ലേ. താഴെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ ഏതൊക്കെയാണ് സജഷൻസ് വേർഡ് ആഡ് ചെയ്യേണ്ടത് എന്ന് കണ്ടെത്തിയിട്ട് നിങ്ങളോട് ആഡ് ചെയ്യാനാണ് പറയുന്നത്. ദ ലാസ്റ്റ് വൺ, നൗ പിക്ക് ഔട്ട് ദ സെന്റൻസസ് വിത്ത് കണക്റ്റിംഗ് വേർഡ്സ് ഫ്രം ദ സ്റ്റോറി മൈ ഫിനാൻഷ്യൽ കരിയർ വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഫിനാൻഷ്യൽ കരിയർ എന്ന ചാപ്റ്ററിലെ കണക്റ്റിംഗ് വേർഡ്സ് ഒരുപാടുണ്ട് അല്ലേ. അതിൽ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കി സെൻറ്റൻസ് നിങ്ങളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററും ആക്ടിവിറ്റീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.